ഹലോ ഓൾ, അസ്സാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മോമി റെസിപ്പീസ്. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് 1 kg വെയിറ്റ് വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം നമുക്ക് ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂണോളം മൈദ ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് ആ ഒരു സെയിം അളവിൽ 3 ടേബിൾ സ്പൂൺ തന്നെ ഡാർക്ക് കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ഞാനൊരു അരിപ്പയിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് അരിച്ചെടുക്കുക. ഏകദേശം ഒരു 3 തവണയെങ്കിലും അരിച്ചെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ കേക്ക് നല്ല പോലെ സോഫ്റ്റ് ആവുള്ളൂ. ഇനിയിപ്പോൾ ഞാനിവിടെ നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ചൊഴിക്കുക. മുട്ട റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് യൂസ് ചെയ്യേണ്ടത്. എന്നിട്ട് അത് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഇനി ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ്, അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം വാനില എസൻസ് എന്നിവ ചേർത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ആദ്യം ലോ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്യുക. എന്നിട്ട് പതിയെ സ്പീഡ് ഇങ്ങനെ കൂട്ടി കൊടുക്കുക. അപ്പോൾ ഇത് ഏകദേശം ഒരു മിനിറ്റ് ആയിട്ടുണ്ടാവും ബീറ്റ് ചെയ്തിട്ട്. അതിലേക്ക് ഇനി ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു കപ്പ് പൊടിച്ചിട്ടുള്ള പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. അത് കുറേശ്ശെ ഇട്ടിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ മുട്ടയുടെ നല്ല പോലെ ഒന്ന് ഫ്ലഫി ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പോളം സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ലോ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഏറ്റവും ലോ സ്പീഡിലിട്ടിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. മാത്രമല്ല 30 സെക്കൻഡ്സിൽ കൂടാനും പാടില്ല. 30 സെക്കൻഡ്സിലേറെ നമ്മൾ നല്ല ഹൈ സ്പീഡിലൊക്കെ ഇട്ട് ബീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ മുട്ട താന്നു പോവും. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ്, നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ബാച്ച് ആയിട്ടാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഒരു 1/4 കപ്പോളം പാല്, ഇളം ചൂടുള്ള പാല് കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും ബാച്ച് ആയിട്ട് തന്നെയാണ് ആഡ് ചെയ്യുന്നത്. ആദ്യം ഫ്ലോർ മിക്സ് ചെയ്തിട്ട് പിന്നെ ഫ്ലോർ ഇട്ടിട്ട് കുറച്ചും കൂടെ പാൽ ഒഴിച്ചിട്ട് അങ്ങനെ ഇത് കഴിയുന്ന വരെയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ 1 ടീസ്പൂണ് വിനെഗറും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതാ നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബേക്കിംഗ് ടിന്നിലോട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഓൾറെഡി ഇത് ബട്ടർ പേപ്പറും ഓയിലും വെച്ചിട്ട് ഗ്രീസ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കും വേണം, അതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് ഓവനില്ലാതാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ബിരിയാണി പോട്ട് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതിലേക്ക് ഞാനൊരു തട്ട് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ കേക്ക് ടിന്നെ ഇറക്കി കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 30-35 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ട് ബേക്ക് ചെയ്തെടുക്കുക. ഇനി നിങ്ങൾ ഓവനിലാണ് ചെയ്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 150 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ട് 160 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30-35 മിനിറ്റോളം ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക.
ഇനി നമുക്ക് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ക്ലീൻ ആയിട്ടുള്ള ബൗളാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1.5 കപ്പോളം വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഏറ്റവും ലോ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇങ്ങനെ സ്പീഡ് ഇങ്ങനെ കൂട്ടി കൊടുക്കുക. ആദ്യം 1 തുടങ്ങുക, എന്നിട്ട് അവസാനം 5 അവസാനിപ്പിക്കുക. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ നിർത്തിയത് എവിടെ നിന്നാണോ അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഇതൊരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ ബീറ്റായിട്ട് കിട്ടും. പിന്നെ നമ്മൾ റൂം ടെമ്പറേച്ചറിനനുസരിച്ചിട്ട് ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരും. അപ്പോൾ ഇതാ നമ്മളിവിടെ നല്ല പോലെ തന്നെ ഫ്ലഫി ആക്കി എടുത്തിട്ടുണ്ട്. നല്ല സ്റ്റിഫായിട്ട് തന്നെ എന്താ പറയുക ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് തണുപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതാ കേക്ക് ഒരു 30 മിനിറ്റ്സ് ആയപ്പോൾ തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റിക്ക് എടുത്ത് കുത്തിയൊക്കെയപ്പോൾ ഉഷാറായിട്ട് തന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ കേക്ക് നല്ല സോഫ്റ്റാണ്, നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും. നല്ല അടിപൊളി കേക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നല്ലോണം ചൂടൊക്കെ ആറാനായിട്ട് വെക്കുക. അപ്പോൾ ഇത് ചൂടാറിയിട്ട് ഞാനിതാ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഒരു കേക്ക് ബോർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഏറ്റവും മുകളിലത്തെ ലെയറാണ് ഫസ്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ഷുഗർ സിറപ്പ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ നല്ലോണം തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഷുഗർ സിറപ്പ് ഞാൻ ഒരു കപ്പ് ഷുഗറിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് അത് നല്ലോണം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടുള്ള ഷുഗർ സിറപ്പാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇത് നല്ല പോലെ കേക്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ വിപ്പിംഗ് ക്രീം ഇതാ ഇങ്ങനെ ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റിയിട്ടുണ്ട്. ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതാവും നല്ലത്. അപ്പോൾ നമുക്ക് ഈവനായിട്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും ക്രീമൊക്കെ ആക്കാനായിട്ട് പറ്റും. ഇതാ ഞാൻ ഫസ്റ്റ് ലെയറിൽ ക്രീമൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിന് മുകളിൽ കുറച്ച് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും ഇട്ട് കൊടുക്കാം, നല്ല ടേസ്റ്റ് ആവും. ഞാനിവിടെ ചോക്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുള്ളൂ. ഇനി സെക്കൻഡ് ലെയറും വെച്ചിട്ട് നല്ല പോലെ ഒന്ന് വെറ്റ് ചെയ്തെടുക്കുക. പിന്നെ വീണ്ടും നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഫ്രോസ്റ്റ് ചെയ്തെടുക്കുക. പിന്നെ വീണ്ടും നമ്മൾ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ തേർഡ് ലെയർ, അതായത് നമ്മുടെ ഏറ്റവും അടിയത്തെ ലെയറാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതും വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഷുഗർ സിറപ്പായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ ഷുഗർ സിറപ്പ് ആയിട്ട് നല്ലപോലെ തന്നെ ഒന്ന് വെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം ക്രം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്രം കോട്ടൊന്നും ചെയ്യേണ്ട, അങ്ങനെ തന്നെ ഐസിങ് ചെയ്യുക. അപ്പോൾ ഞാൻ ക്രം കോട്ട് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് പിന്നെ ബാക്കിയുള്ള ഐസിങ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഇതാ ഇവിടെ ക്രം കോട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാ ഞാനിത് ക്രം കോട്ട് ചെയ്ത് 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ള കേക്കാണ്. ഇനി ഇത് നല്ല പോലെ തന്നെ കട്ടിയിൽ തന്നെ ഐസിങ് ചെയ്തെടുക്കുക. ആദ്യം ഞാനിവിടെ മുകളിലാണ് ചെയ്തെടുക്കുന്നത് ഐസിങ്. എന്നിട്ട് സൈഡ്സിൽ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തേക്കാണ്. അപ്പോൾ നമ്മൾ സൈഡ്സിലൊന്ന് ബ്ലാക്ക് ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ സൈഡ്സിലൊന്നും അത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെന്നൊന്നുമില്ല. നമ്മൾ ചോക്ലേറ്റ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കും. അപ്പോൾ മുകളിലിതാ ഞാനിവിടെ നല്ലപോലെ ഒന്ന് ഐസിങ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് സൈഡ്സിലും ആക്കി കൊടുക്കുകയാണ്.
അപ്പോൾ ഞാനിവിടെ നല്ല പോലെ ഒന്ന് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിൻ്റെ സൈഡ്സിലൊക്കെ ഡാർക്ക് കോമ്പൗണ്ട് വെച്ചിട്ട് ഫില്ല് ചെയ്തും കൊടുത്തിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്തിട്ട് അത് നല്ല പോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിൽ ഉള്ള ഡിസൈനിങ് ഞാൻ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനിങ്ങേ ചെയ്തിട്ടുള്ളൂ. ഡിസൈനും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റാർ നോസിൽ വെച്ചിട്ട് മുകളിൽ ഇങ്ങനെ ചെറിയൊരു ഫ്ലവർ പോലെ ആക്കിയെടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ചെറി കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓരോന്നിൻ്റെ മുകളിലും ഓരോ ചെറിയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഓർഡർ കേക്ക് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ അവർ എഴുതാൻ പറഞ്ഞത് കൂടെ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി. നമ്മുടെ സിമ്പിളായിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. കുറേ ആൾക്കാർ എനിക്ക് ഫീഡ്ബാക്സ് ഒക്കെ അറിയിച്ചിട്ടുണ്ട്. താങ്ക് യു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസിനായിട്ട് മോമി റെസിപ്പീസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.